ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ PM സ്കിൻ കെയർ റൂട്ടീനാണ് കാണിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ലോങ് വീഡിയോസ് ഇടുന്നത് ബിഗിനർ ആയതുകൊണ്ട് അല്ലറ ചില്ലറ കുഴപ്പങ്ങളൊക്കെ കാണും. സോ എല്ലാവരും ക്ഷമിക്കുക. സോ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോവാം. ആസ് യൂഷ്വൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണറാണ്. ഞാൻ രാവിലെ ഉപയോഗിക്കുന്ന ടോണർ തന്നെയാണ് രാത്രി ഉപയോഗിക്കുന്നത്. സോ നമുക്ക് ടോണർ ഉപയോഗിക്കാം. അത് അബ്സോർബ് ആവട്ടെ. നല്ലപോലെ അബ്സോർബ് ആവണം സ്കിന്നിലേക്ക്, എന്നാലേ അതിൻ്റെ റിസൾട്ട് അറിയാനും പറ്റത്തുള്ളൂ. പണ്ടൊന്നും എനിക്കിത് ചെയ്യുന്ന പോലും ഇഷ്ടമല്ല, പക്ഷേ പിന്നെ അതിൻ്റെ ഇത് മനസ്സിലാക്കിയിട്ട് ചെയ്തു തുടങ്ങിയപ്പോഴാണ് സ്കിന്നിന് നല്ല ചേഞ്ച് ഉണ്ട്. ഇത് പ്രത്യേകിച്ച് ഈ ടോണർ ഭയങ്കര നൈസാണ്. നമ്മുടെ പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മിനിമൈസ് ചെയ്യാൻ സഹായിക്കും. മൊത്തത്തിൽ പോകുമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ഒരു പരിധി വരെ പോർസ് കുറയ്ക്കാൻ പറ്റും. ഇനി ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറമാണ്. അപ്പോൾ ഇപ്പോൾ എടുത്തേക്കുന്ന ലോറിയലിൻ്റെ ആണ്. നെക്സ്റ്റ് എടുത്തേക്കുന്നതും ഒരു സ്നെയിൽ പെപ്റ്റൈഡിൻ്റെ സെറമാണ്. അത് രാത്രി ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ സ്കിന്നിന് നല്ലതായിരിക്കും. രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ഗ്ലോയി ഡൂയി ഫിനിഷ് ആയിട്ടുള്ളത് സ്കിന്ന് നമുക്ക് കിട്ടുന്നത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ സ്നെയിലിൻ്റെ മ്യൂസിൻ നമുക്ക് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡാബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല പെനിട്രേറ്റായി സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് പൊക്കോളും. എനിക്ക് പേഴ്സണലി സ്നെയിൽ മ്യൂസിനൊക്കെ ഇടുമ്പോൾ കുറച്ചുകൂടെ ഹെവി ആയിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ രാവിലെ അത് യൂസ് ചെയ്യത്തില്ല. ഞാൻ നൈറ്റാണ് യൂസ് ചെയ്തിട്ട് കിടക്കുന്നത്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ബ്രൈറ്റായിട്ടും പ്ലംബി ആയിട്ട് തോന്നും നന്നായിട്ട് സ്കിന്ന്. അപ്പോൾ എന്താ പറയുക, അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഓക്കെ, ഫൈനൽ സ്റ്റെപ്പായിട്ട് ലോറിയലിൻ്റെ തന്നെ ഒരു ഗ്ലൈക്കോളിക് ബ്രൈറ്റ് മോയ്സ്ചറൈസറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മോയ്സ്ചറൈസറായിട്ട് പറയാൻ പറ്റില്ല, ഒരു നൈറ്റ് ക്രീം. ഓക്കെ, ലോറിയലിൻ്റെ നൈറ്റ് ജെൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു നൈറ്റ് ജെല്ലാണ്. ഈ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നല്ല പോലെ അത് പയ്യെ സമയം എടുക്കും ക്ലിയർ ആവാൻ. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ആക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട്സ് അറിയാൻ പറ്റും വേഗം തന്നെ. ഓക്കെ, ഇനി ഒരു ലിപ് ബാമും കൂടെ ഇടണം, അത് ഞാൻ മറന്നുപോയി. സിമ്പിളായിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ ആർക്ക് വേണോ ഇത് ഫോളോ ആക്കാം. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുവാണെങ്കിൽ കൂടുതൽ സ്കിൻ കെയറിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും. ഇതുപോലെ സിമ്പിൾ സ്റ്റെപ്സൊക്കെ ആയിട്ട് ഇങ്ങനെ സ്കിൻ കെയർ റൂട്ടീനായിട്ട് തന്നെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ നല്ലൊരു മാറ്റം തന്നെയായിരിക്കും വരുന്നത്. സോ എല്ലാം ട്രൈ ചെയ്യുക. ഇത് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്കിൻ കെയർ റൂട്ടീനാണ് ഞാൻ കാണിച്ചത്. വർഷങ്ങളായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന ഇതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.